മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന്റെ പക്കൽ ആണവായുധമുണ്ടെന്ന കാര്യം പരസ്യമായ ഒരു രഹസ്യമാണെങ്കിലും അറബ് രാജ്യങ്ങളും മറ്റ് അയൽ രാജ്യങ്ങളും ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ കൂടുതൽ ഭീതിയോടെ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ തന്ത്രപരമായ കാരണങ്ങളുണ്ട്. ഇസ്രയേലിന്റെ സൈനിക ശ്രദ്ധ പ്രധാനമായും സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും തങ്ങൾക്ക് ഭീഷണിയായ ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യുന്നതിലുമാണ്. അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ശക്തമായ സായുധ ഗ്രൂപ്പുകളുണ്ട്. ഉദാഹരണത്തിന് യമനിലെ ഹൂത്തികൾ, ലെബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെയും സിറിയയിലെയും ഷിയ മിലീഷ്യകൾ. ഇറാൻ ആണവായുധം കൂടി കൈവരിച്ചാൽ ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുമെന്നും അവർ വഴി അറബ് രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷ കൂടുതൽ അപകടത്തിലാകുമെന്നും സൗദി അറേബ്യ, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇസ്രയേൽ തങ്ങളുടെ പക്കൽ ആണവായുധമുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാത്ത നയമാണ്. തങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ആരെങ്കിലും മുതിർന്നാൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒന്നായിട്ടാണ് ഇസ്രയേൽ ആണവായുധത്തെ കാണുന്നത് എന്നാണ് പൊതുധാരണ. എന്നാൽ ഇറാന്റെ വിദേശ നയം മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് അയൽ രാജ്യങ്ങൾ കരുതുന്നത്. എന്നാൽ ഇതിനേക്കാൾ എല്ലാം പ്രധാനമായത് ഷിയ സുന്നി ഭിന്നതയും ജിയോ പൊളിറ്റിക്സും തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ അധികാരം നിലനിർത്താൻ സുന്നി നേതൃത്വത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളും ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകളായി കടുത്ത മത്സരമുണ്ട്. ഇസ്രയേലുമായി അറബ് രാജ്യങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങൾ ഉണ്ടെങ്കിലും തങ്ങളുടെ ഭരണകൂടങ്ങൾക്ക് കൂടുതൽ ഭീഷണിയായി അവർ കാണുന്നത് പലപ്പോഴും ഇറാന്റെ സ്വാധീനത്തെയാണ്. മറ്റൊന്ന് ആണവ മത്സരത്തിനുള്ള ഒരു സാധ്യതയാണ്. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ മേഖലയിലെ മറ്റു ശക്തികളായ സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും സുരക്ഷ മുൻനിർത്തി സ്വന്തമായി ആണവായുധങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകും. ഇത് മിഡിൽ ഈസ്റ്റിനെ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു ആണവ യുദ്ധ മേഖലയായി മാറ്റും എന്ന് പലരും കരുതുന്നുണ്ട്. സാമ്പത്തിക പാതകളുടെ സുരക്ഷയും ഇവിടെ പ്രധാനമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയായ എണ്ണ വ്യാപാരം നടക്കുന്നത് പേർഷ്യൻ ഗൾഫിലെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. ഈ പാതയ്ക്ക് തൊട്ടടുത്താണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ കൂടുതൽ ശക്തരാകുന്നത് തങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെയും ആഗോള വ്യാപാരത്തെയും ബാധിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ കരുതുന്നുണ്ട്. ചുരുക്കത്തിൽ ഇസ്രയേലിന്റെ ആണവായുധം ഒരു പ്രതിരോധ സംവിധാനം മാത്രമായി ഇവർ കരുതുമ്പോൾ ഇറാന്റെ ആണവ പദ്ധതി മിഡിൽ ഈസ്റ്റിലെ നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെയും അധികാര സന്തുലിതാവസ്ഥയെയും അട്ടിമറിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഗൾഫ് രാജ്യങ്ങളുടെ ഈ ആശങ്കകൾക്ക് പിന്നിൽ ഇസ്രയേലിന്റെ സയനിസ്റ്റ് നയങ്ങളുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ശക്തമായ പ്രചരണങ്ങളില്ലേ എന്നത്. എന്നാൽ ഇതൊരു സയനിസ്റ്റ് സൃഷ്ടി മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കിടയിലുള്ള യഥാർത്ഥ ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വിഷയത്തെ നമുക്ക് രണ്ട് വശങ്ങളിലൂടെ ഒന്ന് പരിശോധിക്കാം. ആദ്യമായി ഇതിന് പിന്നിലെ സയനിസ്റ്റ് താല്പര്യങ്ങളെ കുറിച്ച് നോക്കാം. ഇറാനെ ഒരു വലിയ ഭീഷണിയായി ചിത്രീകരിക്കുന്നതിൽ ഇസ്രയേലിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ആണവായുധങ്ങളുള്ള ഒരേ ഒരു രാജ്യം തങ്ങളായിരിക്കണം എന്ന വ്യക്തമായ താല്പര്യം ഇസ്രയേലിനുണ്ട്. ഇറാൻ കൂടി ആണവായുധം നേടിയാൽ മേഖലയിലെ ഇസ്രായേലിന്റെ തന്ത്രപരമായ മേധാവിത്വം നഷ്ടപ്പെടും. ഫലസ്തീൻ ജനതക്കെതിരെയുള്ള തങ്ങളുടെ അധിനിവേശ നടപടികളിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇറാനെ ആ മേഖലയിലെ ഏറ്റവും വലിയ വില്ലനായി ചിത്രീകരിക്കുന്നത് ഇസ്രായേലിന് ഏറെ ഗുണകരമാണ്. ഇറാന്റെ ഭീഷണി ഉയർത്തിക്കാട്ടിയാണ് ഇസ്രായേൽ അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സൈനിക സഹായങ്ങൾ നേടിയെടുക്കുന്നത് എന്നതും ഈ ഭയപ്പെടുത്തലിന് ഒരു പ്രധാന ഘടകമാണ്. ഇനി ഇതിലെ അറബ് രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇസ്രായേലിന്റെ പ്രചാരണങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനെക്കുറിച്ച് സ്വന്തമായ ചില ആശങ്കകളുണ്ട്. ഇത് സയനിസ്റ്റുകൾ ഉണ്ടാക്കിയതല്ല, മറിച്ച് ചരിത്രപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളാലാണത്. നേരത്തെ യമനിലെ ഹൂത്തി വിമതർ സൗദി അറേബ്യയുടെയും UAEയുടെയും വിമാനത്താവളങ്ങൾക്കും എണ്ണ നിലയങ്ങൾക്കും നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ
അതിന് പിന്നിൽ ഇറാന്റെ സാങ്കേതിക സഹായം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഇത് ഗൾഫ് രാജ്യങ്ങൾ നേരിട്ടറിഞ്ഞ ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം തങ്ങളുടെ വിപ്ലവ വീര്യം മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അവിടുത്തെ രാജഭരണങ്ങൾ തൂത്തെറിയുമെന്നും ഇറാൻ പണ്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഗൾഫ് ഭരണാധികാരികളിൽ ഉണ്ടാക്കിയ ഭയം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ആശങ്ക പൂർണ്ണമായും ഒരു സയനിസ്റ്റ് അജണ്ടയാണെന്ന് മാത്രം വിശ്വസിച്ചിരുന്നെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഇസ്രയേലുമായി അടുക്കില്ലായിരുന്നു. അടുത്ത കാലത്തായി UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും സൗദി അറേബ്യ ഇസ്രയേലുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വമനുസരിച്ച് ഇറാന്റെ സ്വാധീനത്തെ തടയാൻ അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി തന്ത്രപരമായ കൂട്ടുകെട്ടിന് പോലും തയ്യാറാകുന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ ഇറാനെതിരെയുള്ള ഭയത്തെ ആഗോളതലത്തിൽ വലുതാക്കി കാണിക്കുന്നതിനും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിനും സയനിസ്റ്റ് പ്രചാരണങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾക്ക് ഇറാന്റെ പ്രാദേശിക ഇടപെടലുകളിലുള്ള ഭയം അവരുടെ സ്വന്തം സുരക്ഷ മുൻനിർത്തിയുള്ള ഒരു യാഥാർത്ഥ്യവുമാണ്.